പൗരോഹിത്യം ഒരനുഗ്രഹമാണ്. ഫാദർ രാജൻ ഫൗസ്തോ. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പൗരോഹിത്യം ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം പുരോഹിതൻ ആത്മീയ പിതാവ്, അധ്യാപകൻ, വിശുദ്ധീകരിക്കുന്നവൻ, നേതാവ് എന്നീ നിലകളിൽ ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങളാണ്. ആടുകളുടെ ഗന്ധമുള്ള ഇടയൻ ജനങ്ങൾക്ക് അനുഗ്രഹവും അഭയകേന്ദ്രവുമാണ്. അങ്ങനെയുള്ള ഇടയന്മാരാണ് വഴിയും സത്യവും ജീവനുമായ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും. പൗരോഹിത്യം കഴിവുകളിലേക്കുള്ള വിളിയാണ്. ദൈവം മനുഷ്യനെ വിളിക്കുന്നത് അവൻ്റെ കഴിവുകൾ നോക്കിയിട്ടല്ല. എന്നാൽ ദൈവം ഒരുവനെ വിളിച്ചാൽ അവനെ കഴിവുകൾ നൽകി അനുഗ്രഹിക്കും. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ബലഹീനനും സംസാര പാടവമില്ലാത്ത വിക്കനായ മോശയെയാണ്. ഇസ്രായേലിന് ഭീഷണിയായ ഫിലിസ്ത്യനായ രാക്ഷസാകാരമുള്ള ഗോലിയാത്തിനോട് യുദ്ധം ചെയ്ത് രാജ്യത്തെ രക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് വെറും ആട്ടിടയനായ ദാവീദിനെയാണ്. 2 ന്യായാധിപന്മാരുടെ ചതിയിലകപ്പെട്ട് മരണത്തിന് വിധേയായ വിശുദ്ധയായ സൂസന്നയെ രക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ചത് ബാലനായ സാമുവേലിനെയാണ്. അതെ, ദൈവം കഴിവുകളോ ആകാരഭംഗിയോ സാമർഥ്യമോ നോക്കിയിട്ടല്ല തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നത്. മറിച്ച് ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാനുള്ള സന്നദ്ധതയും ആത്മാർത്ഥതയും നോക്കിയിട്ടാണ്. ദൈവവിളി സ്വീകരിച്ച വ്യക്തികളെ ദൈവം കഴിവുകൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. പൗരോഹിത്യം അനുഗ്രഹത്തിലേക്കുള്ള വിളിയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവം അബ്രഹാത്തിനോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന്. അബ്രഹാം കുടുംബത്തിന് അനുഗ്രഹമായി, സമൂഹത്തിന് അനുഗ്രഹമായി, ലോകത്തിന് അനുഗ്രഹമായി. പുരോഹിതൻ ഒരനുഗ്രഹമാണ്. അതിനുവേണ്ടിയാണ് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അനേകം സമർപ്പിതർ പാവപ്പെട്ടവർക്കും രോഗികൾക്കും അശരണർക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹമായി ജീവിക്കുന്നു. ജീവൻ പണയം വെച്ചും അർപ്പിച്ചും അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ വടക്കേ മലബാറിൽ അധകൃതരും തൊട്ടുകൂടാത്തവരും പാവപ്പെട്ടവരുമായ ദളിതരുടെ അടുക്കലേക്ക് വന്ന് അവർക്ക് വീടും മരുന്നും വിദ്യാഭ്യാസവും നൽകി അവരെ സംരക്ഷിച്ച് അവരിൽ ഒരാളായി ജീവിച്ച മിഷണറിമാർ, പ്രത്യേകിച്ച് കോളറയും ഛർദിയും ബാധിച്ച് ജീവച്ഛവമായി മാറിയ തൻ്റെ ദളിത് മക്കൾക്ക് വെള്ളപ്പൊക്കവും പേമാരിയും അവഗണിച്ചുകൊണ്ട് അവർക്കായി മരുന്നുമെടുത്ത് കയ്യിൽ ഒരു റാന്തൽ വിളക്കുമേന്തി ചോർന്നൊലിക്കുന്ന കുടിലുകളിലേക്ക് കയറിച്ചെന്ന കനിവിൻ്റെ മാലാഖയായ കൈറോണിയച്ചനും, കിലോമീറ്ററുകളോളം നടന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം ചൊരിഞ്ഞ മിഷണറി ടഫ്രേൽ അച്ഛനും, കുന്നും മലയും താണ്ടി എല്ലാവർക്കും എല്ലാമായ മൊന്തനാരി അച്ഛനും, നിരക്ഷരായ തൻ്റെ മക്കൾക്ക് അറിവിൻ്റെ വെളിച്ചം വിതറിയ വെണ്മയുടെ വെളിച്ചമായ മൈക്കിൾ വെൻഡ്രമിൻ അച്ഛനും, 10,000-ങ്ങൾക്ക് കിടന്നുറങ്ങുവാൻ വീടും രോഗികൾക്ക് മരുന്നും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും നൽകിയ മലബാറിൻ്റെ മഹാമിഷണറി ദൈവദാസൻ സുക്കോളച്ചനും മറ്റു മിഷണറിമാരുമെല്ലാം നമ്മുടെ കുടുംബങ്ങൾക്കും രൂപതയ്ക്കും അനേകായിരങ്ങൾക്കും അനുഗ്രഹമായവരാണ്. അതെ, പൗരോഹിത്യം ഒരു അനുഗ്രഹമാണ്. പൗരോഹിത്യം സന്തോഷത്തിലേക്കുള്ള വിളിയാണ്. ദൈവവചനം പറയുന്നു, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. പുരോഹിതർ ജനങ്ങളെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കേണ്ടവരാണ്. കാരണം ഉദ്ധാനം ചെയ്ത ക്രിസ്തു ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും ലോകത്തിന് പ്രദാനം ചെയ്യേണ്ടവരാണ് പുരോഹിതർ. എന്തെന്നാൽ പുരോഹിതൻ അവന് സ്വന്തമല്ല, അവൻ ക്രിസ്തുവിൻ്റെ സേവകനും ഉപകരണവുമാണ്. ക്രിസ്തുവിനെ ലോകത്തിലേക്ക് കൊണ്ടുവരാനും ലോകത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനും അവൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. കാർഡിനൽ തിമോത്തി ഡോളൻ പറയുന്നത് പോലെ, പുരോഹിതൻ സന്തോഷത്തിൻ്റെ മനുഷ്യനും പ്രതീക്ഷയുടെ മനുഷ്യനും സുവിശേഷത്തിൻ്റെ മനുഷ്യനുമാണ്. പുരോഹിതൻ ദൈവത്തിൻ്റെ എല്ലാമാണ്. ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ടവൻ. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആപ്തവാക്യമായി ഞാൻ തിരഞ്ഞെടുത്തത് അങ്ങേക്കായി, അങ്ങേ ജനത്തിനായി എന്നാണ്. ഈ അവസരത്തിൽ പൗരോഹിത്യത്തിലേക്ക് എന്നെ വിളിച്ച് അഭിഷേകം ചെയ്ത ദൈവത്തിന് നന്ദി പറയുന്നു. കാവുഞ്ചാൽ അമോത്ഭവമാതാ ഇടവകാംഗമായ ഞാൻ
പൗരോഹിത്യത്തിൻ്റെ 24 വർഷം പൂർത്തിയാക്കി ജൂബിലി വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഈ 24 വർഷത്തിൽ 15 വർഷവും ഞാൻ ശുശ്രൂഷ ചെയ്തത് യൂറോപ്പിലാണ്. തിരുവചനങ്ങൾ പറയുന്നത് പോലെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഈ വിളി സ്വീകരിച്ചുകൊണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വചനം പ്രസംഗിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും പിശാചബാധിതരെ സ്വതന്ത്രരാക്കിയുമുള്ള കർത്താവിൻ്റെ ശുശ്രൂഷ സന്തോഷപൂർവ്വം ചെയ്യുവാൻ ഈശോ എന്നെ അനുവദിച്ചു. പുരോഹിതൻ ആയതുകൊണ്ട് തന്നെ ഏതു രാജ്യത്ത് പോയാലും ഏത് ഭാഷക്കാരുടെ ഇടയിൽ പോയാലും അവരുടെ കുടുംബത്തിലെ അംഗം എന്ന പോലെ അവർ എന്നെ സ്വീകരിച്ചു. പൗരോഹിത്യം എത്ര മനോഹരം! വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു, പൗരോഹിത്യം യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ്. ഒരു പുരോഹിതനെ കാണുമ്പോൾ നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർമ്മിക്കണം. അതെ, പുരോഹിതൻ ദൈവത്തിൻ്റെ മനുഷ്യനും സഭയുടെ മനുഷ്യനും ജനങ്ങളുടെ മനുഷ്യനുമാണ്. ആയതിനാൽ പുരോഹിതരെല്ലാവരും പൗരോഹിത്യ കൃപയിലും ദൈവസ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ അവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.